അപ്പോൾ നമ്മൾ മൂകാംബിക യാത്ര തുടങ്ങുകയാണ്. നേരെ കായംകുളത്ത് നിന്ന് ട്രെയിനിൽ ടു ബൈന്ദൂർ മൂകാംബിക. ഓക്കെ, നമുക്ക് കായംകുളത്ത് നിന്നായിരുന്നു ട്രെയിൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ട്രെയിനിൽ ടിക്കറ്റ് എടുത്തു. നേരെ രാഹുകാലമായതുകൊണ്ട് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് കാളിയുടെ ഈ കോപ്രായങ്ങൾ കൂടി കാണേണ്ട അവസ്ഥ ഉണ്ടായെന്നുള്ളതാണ്. മറ്റേ മുന്തളപ്പുഴുവിൻ്റെ അവസ്ഥയായപ്പോൾ തോന്നുന്നു കുട്ടിക്ക്. കണ്ടില്ലേ കിടക്കുന്ന കിടപ്പ്. അങ്ങനെ എന്നപ്പോഴത്തേക്ക് പിന്നെ വന്ദേ ഭാരതൊക്കെ വന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ട്രെയിനിൽ കയറി. 4:40 ട്രെയിൻ. അതിനകത്ത് കയറി പ്രകൃതിയിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നേരെ ബൈന്ദൂർ എത്തി. ബൈന്ദൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു വാനിലാണ് കയറിയത്. വാനിൽ കയറി നേരെ നമ്മുടെ റൂമിലേക്ക് ചെന്നു. അവിടുന്ന് കുളിച്ച് റെഡിയായിട്ട് മൂകാംബിക ദർശനത്തിന് വേണ്ടി ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ശിവേലി സമയമായിരുന്നു. ഭഗവതിയെ കണ്ടു തൊഴുതു. നല്ലപോലെ വളരെ സന്തോഷമായിട്ട്, അതായത് ആദ്യമായിട്ടുള്ള യാത്രയാണ് മൂകാംബികയ്ക്ക്. അപ്പോൾ അത് വളരെ ഭംഗിയോടുകൂടി തന്നെ നടന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ മുരുടേശ്വരത്തേക്കാണ് പോയത്. മുരുടേശ്വരത്തിൽ എന്നിട്ട് സന്ധ്യ ആയതുകൊണ്ട് തന്നെ അവിടെ അകത്തേക്ക്, അതായത് മുകളിലേക്ക് ലിഫ്റ്റ് വഴി കയറാനൊന്നും പറ്റിയില്ല. പിന്നെ അവിടെ അകത്ത് കയറി തൊഴുതു. നല്ലപോലെ അവിടെയും തൊഴാൻ പറ്റി. തൊഴുതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി നേരെ മുരുടേശ്വര സ്റ്റേഷനിൽ വന്നിട്ട് അവിടുന്ന് ട്രെയിനിൽ കയറി വീണ്ടും തിരിച്ച് നമ്മുടെ സ്വന്തം കരുനാഗപ്പള്ളിയിലേക്ക് എത്തി. വളരെ സന്തോഷമായ ഒരു യാത്ര. മൂകാംബിക അമ്മയുടെ അനുഗ്രഹം.